ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ലൈഫ് ഇൻഷുറൻസ് പോളിസികളിൽ ആക്സിഡന്റ് ഡെത്ത് ബെനിഫിറ്റ് എന്ന റൈഡർ ഉണ്ട്. അതെന്താണ്, അത് നമ്മൾ എടുക്കേണ്ടത് ആവശ്യമാണോ എന്നുള്ളതാണ്. നമുക്ക് എല്ലാ ലൈഫ് ഇൻഷുറൻസ് പോളിസികളിലും ആക്സിഡന്റ് ഡെത്ത് ബെനിഫിറ്റ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ആഡ് ചെയ്യുന്നതിനെയാണ് റൈഡർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ടേം ഇൻഷുറൻസ്, അതുപോലെ പ്രീമിയം വേവർ ബെനിഫിറ്റ്, ഇങ്ങനെ പല റൈഡറുകൾ, ക്രിട്ടിക്കൽ ഇൽനെസ്, അങ്ങനെയുള്ള റൈഡറുകൾ നമുക്ക് ലൈഫ് ഇൻഷുറൻസ് പോളിസികളിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആക്സിഡന്റൽ ഡെത്ത് ബെനിഫിറ്റ് രണ്ട് തരമുണ്ട്. ആക്സിഡന്റൽ ഡെത്ത് ബെനിഫിറ്റും ആക്സിഡന്റൽ ഡെത്ത് ആൻഡ് ഡിസേബിലിറ്റി ബെനിഫിറ്റും. ഇത് രണ്ടിലും ഏത് വേണമെങ്കിലും നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അങ്ങനെ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് നമുക്ക് ഈ കാലാവധിക്കുള്ളിൽ എന്തെങ്കിലും ആക്സിഡന്റ് ഡെത്തോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള സംരക്ഷണ തുക നമ്മുടെ കുടുംബത്തിന് ലഭിക്കും. അതായത് ആക്സിഡന്റൽ ഡെത്ത് ആണെങ്കിൽ ഡബിൾ ആണ്, സംരക്ഷണ ഡബിൾ ആയിട്ടാണ് ലഭിക്കുക. അപ്പോൾ അത് നമുക്ക് കൂടുതൽ ഒരു സുരക്ഷ ഉറപ്പാക്കാൻ, നമ്മുടെ കുടുംബത്തിന് ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ആക്സിഡന്റ് ഡെത്ത് ആൻഡ് ഡിസേബിലിറ്റി ബെനിഫിറ്റ് ആണ് നമ്മൾ റൈഡറായിട്ട് ചേർത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും പാർഷ്യലായിട്ടോ അല്ലെങ്കിൽ ടോട്ടലി ഡിസേബിൾമെന്റ് ആണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. അതായത് ആക്സിഡന്റ് മുഖാന്തരം ഇപ്പം നമ്മൾ ഇപ്പൊ കിടപ്പിലായിപ്പോയി, ഒരുപാട് വർഷങ്ങളോളം ചിലപ്പോൾ ചില പേഷ്യൻസ് കിടന്നു പോവാറുണ്ട്. അവർക്ക് ഒന്നും സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കാതെ വരിക, ജോലിക്ക് പോകാൻ പറ്റാതെ വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരെ ആശ്രയിച്ച് മാത്രം കഴിയേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ. അത് അങ്ങനെയാണ് വരുന്നതെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ്, അവരുടെ ട്രീറ്റ്മെന്റിനും കാര്യത്തിനും ഒക്കെ ആയിട്ട് ഒരു ബെനിഫിറ്റ് നമുക്ക് എല്ലാ മാസവും കിട്ടുന്ന രീതിയിൽ ആ ഒരു റൈഡർ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം ഒരു റൈഡർ നമ്മൾ ഉൾപ്പെടുത്തണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നമ്മുടെ കുടുംബത്തിന് കൂടുതൽ അധികമായിട്ടുള്ള സംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമുക്ക് തന്നെയാണെങ്കിലും ഈ പറഞ്ഞ ഡിസേബിലിറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ നമുക്ക് ട്രീറ്റ്മെന്റിനും മറ്റ് ചെലവുകൾക്കുമായിട്ട് നമുക്ക് ആ ഒരു ഇൻഷുറൻസ് കവറേജ് കിട്ടണമെങ്കിൽ ഈ ഒരു റൈഡർ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം റൈഡറുകൾ ഉൾപ്പെടുത്താം. കാരണം ഇപ്പോൾ ക്രിട്ടിക്കൽ ഇൽനെസ് ഒക്കെ പോലെയുള്ള റൈഡറുകൾ, അതുപോലെ ആക്സിഡന്റ് ഡിസബിലിറ്റി പോലെയുള്ള റൈഡറുകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള പ്രീമിയം എന്ന് പറയാൻ തന്നെ പോലുമില്ല, വളരെ ചെറിയ പ്രീമിയത്തിൽ നമുക്ക് ഇതെല്ലാം ഉൾപ്പെടുത്താൻ സാധിക്കും. അതേസമയം നമ്മൾ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഒരു ഹെൽത്ത് കവറേജ് എന്ന രീതിയിൽ ആക്സിഡന്റൽ ബെനിഫിറ്റോ ക്രിട്ടിക്കൽ ഇൽനെസ് ബെനിഫിറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഹൈ പ്രീമിയം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ലൈഫ് ഇൻഷുറൻസിനോടൊപ്പം തന്നെ ഇതും കൂടെ ആഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെതായ ബെനിഫിറ്റുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്കെല്ലാം പ്രയോജനകരമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ, ബൈ ബൈ.